ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്യൂക്കമ്പർ, ക്യാരറ്റ്, റോബസ്റ്റ ബനാന, ഒരു മുട്ട പൊഴിഞ്ഞത്. ഡയറ്റാണ്, എത്ര ദിവസത്തേക്കെന്ന് അറിയത്തില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കാറുണ്ട്. പക്ഷെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ, ഒട്ടും കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് തുടങ്ങിയാലോ? എന്താണ് വിശേഷം? ഇതൊക്കെ തന്നെ വിശേഷം. ഇപ്പോൾ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, കാരണം ഏട്ടനൊന്നും വേണ്ട, മീൻകറി മാത്രം മതി. വേദയ്ക്കും പ്രത്യേകിച്ച് കുക്ക് ചെയ്താൽ ഇത്രയ്ക്കൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും കളയേണ്ടി വരും, പിന്നെ അത് ഞാൻ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് അധികം കുക്കിംഗ് ഒന്നും ഇല്ല, എനിക്കുള്ളതൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഏട്ടന് മീൻകറി മാത്രം മതി. ഇതൊക്കെ തന്നെ പരിപാടി. അതുകൊണ്ട് രാവിലെ എണീറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ. എന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത്. ക്ലീനിങ് ഇല്ല, നമ്മുടെ റോബോട്ട് ചെയ്തോളും. അപ്പോൾ റോബോട്ടിനെ ഇനി പണിക്ക് വിടണം. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് എഴുതി. പിന്നെ ഇന്ന് പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇന്ന് മെയ് 1 ആണ്, അപ്പോൾ എല്ലാവർക്കും ഓഫീസൊക്കെ ലീവ് ആയതുകൊണ്ട് പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊരു കുഞ്ഞ് സ്നാക്സ് എന്തെങ്കിലും റെഡി ആക്കാമെന്ന് പറഞ്ഞിട്ടൊരു പ്ലാനാണ്. കുളിച്ചിട്ട് വന്നിട്ട് അത് ചെയ്യാം അല്ലേ. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ്. ഞാനതിൽ വെജീസ് എല്ലാം ഇട്ടിട്ടുണ്ട്, അതെല്ലാം കഴിക്കണം. അവിടെ അവണ്ണകത്ത് ഇരിപ്പുണ്ട്, സോസ് കൂടെ വേണമെങ്കിൽ എടുത്തോയേ. ഇതെന്താ പ്ലേറ്റ് എടുക്കാത്തത്? ആര് കഴുകണം? നീയാ? അയ്യോ പാവം കൊച്ച്. ഇത് മില്ലറ്റ് നൂഡിൽസ് ആണേ. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങി വെച്ചതാണ്, പക്ഷേ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, വേദ കഴിക്കുന്നു. മില്ലറ്റ് നൂഡിൽസ് ആയതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെന്താ സവോളയൊക്കെ ഇട്ട്, ബീൻസ് ഒക്കെ ഇട്ട് വച്ചൊരു നല്ല കിടിലം നല്ല മില്ലറ്റ് നൂഡിൽസ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഞാനും കഴിഞ്ഞു, വേദയും കഴിഞ്ഞു. പ്ലേറ്റ് കാലി കാലി. വയറെല്ലാം ഫുള്ളായിട്ട്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ ക്യാരറ്റും ക്യൂക്കുംബറും ഒക്കെ കഴിക്കുന്നത്. വെള്ളരിക്ക പിന്നെ അല്ല, ക്യാരറ്റ് പിന്നെയും കഴിക്കാം. ഈ വെള്ളരിക്ക കഴിക്കുമ്പോഴത്തെ ദേഷ്യം എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്കും അതെ. അതെനിക്ക് പിന്നെ എന്താണ് ഇഷ്ടം, പിന്നെ കഴിച്ചല്ലേ പറ്റും, അതുകൊണ്ട് കഴിച്ചു. ഇനി എന്തായാലും കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കിച്ചണും ക്ലീൻ ചെയ്ത് നമ്മുടെ റോബോട്ടിനെ വർക്ക് ചെയ്യാൻ വിട്ട ശേഷം കുളിച്ചിട്ട് വന്ന് നമുക്ക് കാണാം. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആകെ കൂടി ഒരു പുകമയം കേട്ടോ. ഞാൻ ഈ സാധനം ഇവിടെ കത്തിച്ച് വെക്കും. അത് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മണം അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ വരുന്നത്. ഒരു 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 അമ്പലത്തിലൊക്കെ പോയി ഒരു ഫീല് കിട്ടാറുണ്ട്. അതേ നമ്മുടെ ഡോബി ഭയങ്കര കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥതയോട് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത ഒരാളെ നിർത്തിയാൽ പോലും ഇത്രയും ആത്മാർത്ഥത ഉണ്ടാവില്ല. അപ്പോൾ ഡോബിയും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കൊള്ളാം. ഇതേ നോക്കിയേ, വേദയുടെ ചെരുപ്പ് എത്ര പറഞ്ഞാൽ ഈ കൊച്ചുപിടെ ഇടത്തുള്ളൂ. അത് മാത്രമാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമെന്ന് പറയുന്നത്. കുളിയെല്ലാം കഴിഞ്ഞു. എപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടാലും ഇങ്ങനെ വിയർത്തുകൊണ്ടേയിരിക്കും. അത് വേദയോ അതെ കേട്ടോ, മോയ്സ്ചറൈസർ ഇട്ടാൽ പെട്ടെന്ന് വിയർക്കും. ചൂടാണെങ്കിലുള്ള കാര്യം പറഞ്ഞതാണേ. നിങ്ങൾക്കും അങ്ങനെയാണോ? എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം കുളിയെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്സ് കുറേ ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തരും. സോ ഇന്നത്തെ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കോൺ വെച്ചിട്ടാണ്. ക്രിസ്പി കോൺ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് നമ്മുടെ ബാർബിക്യൂ നേഷനിൽ പോയപ്പോൾ അവിടെ നിന്ന് തന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ നോർത്തിലൊക്കെ പോയപ്പോൾ ഒരുപാട് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇതിവിടെ ഇരിക്കുന്നു. ഞാനിന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അയ്യോ ഇതിവിടെ ഇരിക്കുകയല്ലേ, അപ്പോൾ പിള്ളേരെല്ലാം ഉണ്ട്, എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പരീക്ഷണത്തിന് ഇറങ്ങിയത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യം കുറച്ച് പാടാണ്. ഞാനിതിനെ ആദ്യം ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യും. അതാ പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ചെയ്തതും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഇരുന്നത് ഇതാണ്, അതുകൊണ്ട് ഞാനിതെടുത്തു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. ഞാനിങ്ങനെ ആക്കിയെടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അല്ല എങ്കിൽ നൈഫ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ പകുതി മുറിഞ്ഞു പോയില്ലേ. ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാനിതിനെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാമേ. ഇവിടെ വേദയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്.
അത് വെറുതെ അവിച്ച് കൊടുത്താലും അവൾ കഴിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നോട് പറയണം, അമ്മ ക്രിസ്പി കോൺ ഫ്രൈ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി സാധനം ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ പിന്നെ ശരി, ഉണ്ടാക്കിയേക്കാന്ന് കരുതി. നമ്മുടെ കോണ് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇനി സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒന്ന് ആവി കയറുമ്പോഴേക്കും അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റീമറിൽ വയ്ക്കാം. സ്റ്റീമറെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിതിലേക്ക് തട്ടി ഒന്ന് ആവി കയറ്റി എടുക്കാവേ. എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് ആവി കയറട്ടെ. കോണ് ആവി കയറിയിട്ടുണ്ടാവും. യെസ്, ഇത് ആക്ച്വലി ഒരുപാട് സമയം നമ്മളിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വേവും ഈ കോണ്. ഇതിനെ വെറുതെ ശകലം നാരങ്ങ നീരും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കാമെങ്കിൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ചാറ്റ് മസാലയൊക്കെ വേണമെങ്കിൽ ഇടാം. കുറച്ച് നെയ്യ്, നാരങ്ങ നീര്, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ്. സൂപ്പറാണ്. ഇപ്പോൾ പക്ഷെ നമ്മൾ ചെയ്യാൻ പോണത് അതല്ല, വേറൊരു പരിപാടിയാണ്. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കോണിനെ നമ്മൾ വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേദയും പിള്ളേരും എല്ലാവരും അപ്പുറത്തെ ദിയയുടെ അവിടെയാണെന്ന് ഡാൻസ് പ്രാക്ടീസ് കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇന്ന് ദിയയുടെ അമ്മയ്ക്കോ പോകണ്ട, ആർക്കും പോകണ്ട. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. എനിക്കിത് സമാധാനമുണ്ട്, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റില്ല പാട്ടും ബഹളമൊക്കെ ആയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1-2 സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് കോൺഫ്ലോർ ആണേ. ഒരുപാട് വേണ്ട, നോക്കിയിട്ട് വേണേൽ ഇട്ട് കൊടുക്കാവേ. ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് 1-2 സാധനങ്ങൾ. അതിലേക്ക് കുറച്ച് മുളക് പൊടിയെ, ഒരുപാട് വേണ്ട, കുറച്ചൊരു ഒരു എരിവിൻ്റെ ഒരു ഇതിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചാറ്റ് മസാലയും വേണമെങ്കിൽ ഇടാം, അത് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കിടാവേ. സത്യം പറഞ്ഞാൽ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എണ്ണയിലൊക്കെ ഇട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. അപ്പം നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. അധികമല്ല, കഴിക്കാൻ പറ്റില്ല. ചൂടല്ലേ, കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാമായിരുന്നു. പിന്നെ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. അത് പിടിക്കുന്നില്ല, കോൺഫ്ലോർ പിടിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ടേ, ഒന്ന് ചൂട് കൈ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ആഹാ, വേദം എത്തിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞാടാ ഡാൻസ് പ്രാക്ടീസൊക്കെ? ഇനിയില്ലേ? ലഞ്ച് ബ്രേക്കാ? ഓക്കെ, വീണ്ടും പ്രാക്ടീസ്. ഇത് വേണ്ടേ ഇപ്പം? ബാർബിക്യൂ നേഷനിൽ വെച്ചൊരിക്കൽ കഴിച്ചിട്ടുണ്ട്. അന്ന് മക്കൾ ബേബി ആയിരുന്നു, ഓർമ്മയില്ല. ആണല്ലേ, ലാസ്റ്റ് ടൈം പോയപ്പോൾ. ഓക്കെ, ഇനി നമുക്കിതിനെ, അത് കൊള്ളൂല, ഇനി ഫ്രൈ ചെയ്തിട്ട് തരാം. ഫ്രൈ ചെയ്തെടുക്കാവേ. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അത് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നു, കണ്ടില്ലായിരുന്നോ? ഇനി ഒന്നുമില്ല കേട്ടോ. ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്യാം. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ക്രിസ്പി കോൺ ഫ്രൈ റെഡിയാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാവേ. ഓരോ ക്രംസും വേണ്ട, പരിപാടി കഴിഞ്ഞു. കോൺഫ്ലവറും കോണും മുളക് പൊടിയും ഉപ്പും, പിന്നെ വേണമെങ്കിൽ ചാറ്റ് മസാല ഇടാം. അത് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കിടാവേ. വേണ്ട, നീട്ട ശരിയാവില്ല. 2-3 സ്റ്റെപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് പോരെ ചോറ്. നിന്നെ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്തോ പോയി നോക്ക്.
എൻ്റെ അടുത്ത് സ്ഥലമുണ്ടോ? വേണ്ട, ഞാൻ കഴിച്ചോളാം, ഞാൻ തന്നോളാം. നന്നായിട്ട് ചൂടാവട്ടെ, ചൂടായ ശേഷം നമുക്കിതിലേക്ക് പറക്കിയിടാം. ടിഷ്യൂ ഒക്കെ വച്ചിട്ട് നമുക്കിതിൽ വറുത്ത് കോരിയിടാം. വേദമാണെങ്കിൽ ചോറ് താമ്മ, ചോറ് താമ്മ. ഇപ്പം ഇവിടെ അയ്യോ പുകയൊക്കെ വരണം. കഴിച്ചിട്ട് എല്ലാവരും വരും കളിക്കാൻ പോവാനായിട്ടേ. നമുക്കിടാവേ കോണ്. എന്താവും അറിയില്ല, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫ്ലോപ്പായെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, ഫ്ലോപ്പായി ഗൈസ്. ഇല്ല, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് കിടക്കൂടാ. അതതിൽ മസാല പിടിച്ചിട്ടില്ല, കോട്ടിങ് ആയിട്ടില്ല. ഷോ ഫ്ലോപ്പായി പോയി. എടാ ഫ്ലോപ്പായി പൊന്നു, ഫ്ലോപ്പായി. അത് മസാല പിടിക്കാതെ സെപ്പറേറ്റ് ആയി മിക്സ്ചർ പോലെ കിടക്കണം. ഇല്ല, കുറച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. മതിയാവൂലേ? എന്താ എനിക്കറിഞ്ഞൂടെ, ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ പറ്റൂല. ഞാൻ എത്ര സമയം നിന്ന് മുക്കിപ്പൊരിച്ചോണ്ടിരിക്കും. നീ പോയാണ് പൊന്നു. അങ്ങനെയല്ല, ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കണം. പക്ഷെ എന്തോ അത് പിടിച്ചില്ല. പോടി, നിന്നെക്കതിയാണ് ഞാൻ ഇത്രയും പാടുപെട്ടത്. അല്ലെ വെറുതെ സ്റ്റീം ചെയ്ത് ഞാൻ ഇവിടെ വയ്ക്കുകയുള്ളായിരുന്നു. കഴിച്ചു നോക്കാം നമുക്ക്. ഇട്ടേക്കണ്ട കേട്ടോ, പെട്ടെന്നാകും. ചൂട് ചൂടാണ്, എണ്ണയെന്നും കൂടെ എടുത്തതാണ് എൻ്റെ കളി. നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ ഞാൻ എന്തുണ്ടാക്കിയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥയെന്ന്. പ്രത്യേകിച്ച് വീഡിയോ എടുത്ത് ഞാൻ ചെയ്യുന്നതിൻ്റെ അന്ന് കുളമാവും എന്നുള്ളത് ഉറപ്പാണ്. ചൂടാണ്, അതിൽ കോട്ടിങ് പിടിച്ചില്ല എന്നുള്ളൊരിതേ ഉള്ളൂ. പറഞ്ഞ ചൂടാണെന്ന്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അത് മസാല പിടിച്ചില്ലെന്നേ ഉള്ളൂ. എണ്ണയിലൊക്കെ വറുത്ത് വന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി കൂടെ ഇടാം. ഇതെനിക്ക് തോന്നുന്നു വെള്ളം ഒഴിക്കാണ്ട് മിക്സ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആവില്ലായിരുന്നു എന്ന് തോന്നുന്നു, അറിയില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ കൊള്ളാം കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയിട്ട് തന്നെ ഈ കോൺഫ്ലവർ ഉണ്ടാവും. പക്ഷെ ആ ഒരു കോട്ടിംഗ് എനിക്ക് കിട്ടിയില്ല. ബട്ട് നൈസ്, എനിക്കിഷ്ടമായി. എണ്ണയിൽ വറുത്തതായതുകൊണ്ട് ഞാൻ അധികം കഴിക്കുന്നില്ല. പിള്ളേർ കഴിക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ അതൊക്കെ ഇഷ്ടമായി കേട്ടോ. കോട്ടിംഗ് പോലെ വന്നില്ലെന്നേ ഉള്ളൂ. വറുത്ത് കോര സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും നമ്മളിങ്ങനെ ഓയിലിൽ ഇട്ടേക്കണ്ട കേട്ടോ, പെട്ടെന്നാവും. പക്ഷേ കോൺഫ്ലോർ അതിൽ മിക്സ് ആയില്ല. എന്തായാലും സമയനഷ്ടം, എണ്ണ നഷ്ടം. പിന്നെ കോൺഫ്ലോറിൻ്റെ കൂടെ വച്ചിട്ടൊക്കെ ഓണം കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എണ്ണയൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. കുളമായി. പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര എണ്ണ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ കൂടി വറുത്ത് പോരുകയാണ്. കഴിഞ്ഞു. പിള്ളേർക്ക് കൊടുത്തു നോക്കാം, വേണേൽ കഴിക്കട്ടെ. വേണേൽ കഴിക്കാനെന്ന് പറയാൻ നല്ല സാധനം തന്നെ. പക്ഷേ ഞാൻ ആ കോട്ടിങ് വന്നില്ല എന്നുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. സാധാ കോൺ കണക്കായിപ്പോയി. എന്തായാലും സംഭവം റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികളുടെ അഭിപ്രായം ചോദിച്ച ശേഷം നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഹായ് ഗൈസ്, ഞാനൊരു സാധനം ഉണ്ടാക്കി ഫ്ലോപ്പായിപ്പോയി.
കഴിച്ചിട്ട് അഭിപ്രായം പറയുക. പിടി അവിടെ എവിടെയെങ്കിലും പോയി. എല്ലാ പ്ലേറ്റിലും കൂടെ ആക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഒറ്റ പ്ലേറ്റ് തന്നതേ. കഴിച്ചു നോക്ക്. ചൂടുണ്ടോ എന്തോ? ചൂടുണ്ടോ? അമ്മ കൊള്ളാമോ? തേനു കൊള്ളാമോ? ദിയ കൊള്ളാമോ? പക്ഷെ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറൊരു സാധനമാണ്. അതിൽ കോട്ടിംഗ് ആയിട്ട് വരുമായിരുന്നു, പക്ഷെ കോട്ടിംഗ് ആയില്ല, സെപ്പറേറ്റ് ആയിപ്പോയി, മിക്സ്ചർ കണക്കായിപ്പോയി. നിങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്താലോ? പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവരും കൂടെ പറ ടാറ്റാ.